ആരും കാണാതെ അവളുടെ വസ്ത്രം എങ്ങനെ മാറ്റുമെന്നതാണ് യാഷിൻ്റെ ഏറ്റവും വലിയ ഭയം. ആരെങ്കിലും കണ്ടാൽ യാഷിൻ്റെ പേര് പോവും. അങ്ങനെ സംഭവിച്ചാൽ അവൻ ചായക്കട അടച്ച് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ദൈവമേ, ഞാൻ പെട്ടുവെന്ന് തോന്നുന്നേ. ആ കാടിൽ എന്ത് കണ്ടിട്ടാണ് യാഷ്പാൽ ഭയന്നത്? രാത്രി 2:30-ക്ക് ആരാണ് വാതിൽ മുട്ടുന്നത്? വാതിൽ തട്ടിയത് കേട്ട് യാഷിൻ്റെ ഉത്കണ്ഠ കൂടി. പരിചയമില്ലാത്ത പെൺകുട്ടി ഒപ്പമുണ്ടെന്ന് ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമുണ്ടാകും എന്നതായിരുന്നു അവൻ്റെ ഭയം. യശ്പാൽ സാറേ, ഈ സമയം ശ്രുതി എങ്ങനെ ഇവിടെ വന്നു? ഈ മുറിയിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് അവൾ അറിഞ്ഞ? ദൈവമേ, അത് മതി പിന്നെ എൻ്റെ മാനം പോവാൻ.